900-ഓളം ഗോളുകൾ, 400 അസിസ്റ്റുകൾ, 40-ലധികം ട്രോഫികൾ, 8 ബാലൻ ഡ്യൂറുകൾ. അങ്ങനെ കണക്കുകളെടുത്താൽ ഫുട്ബോൾ ലോകത്ത് ലിയണൽ മെസ്സി എന്ന ഇതിഹാസം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നേട്ടങ്ങളൊക്കെ വിശ്വസിക്കാവുന്നതിനും അപ്പുറമാണ്. അർജന്റീനയിൽ വിരിഞ്ഞ ഫുട്ബോളിൻ്റെ മിശിഹ. അയാൾ നേടിയ ഗോളുകളിൽ ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക എന്നത് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കാലുകളിൽ നിന്നും പിറന്ന മനോഹരമായ ഏറ്റവും മികച്ച 5 ഗോളുകളെന്ന് തോന്നിയ ഗോളുകൾ ഇവിടെ അവതരിപ്പിക്കാം. നമ്പർ 5, 2015 ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ. കളിയിൽ ബാർസ ജയിച്ചത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക്, അതും മെസ്സിയുടെ ഡബിളിൻ്റെ ബലത്തിൽ. ബയൺ ഡിഫൻഡർമാരെ കബളിപ്പിച്ച് നൃത്തച്ചുവടുകളോടെ മുന്നേറിയ മെസ്സി കീപ്പർ മാനുവൽ ന്യൂയറിന് മുകളിലൂടെ കോരിയിട്ട പന്തിന് ഗോൾ വലയല്ലാതൊരു ലക്ഷ്യമില്ലായിരുന്നു. അതിനിടെ മെസ്സി തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വെട്ടിയൊഴിഞ്ഞപ്പോൾ ബയൺ ഡിഫർ ജെറോം ബോട്ടങ് ബാലൻസ് തെറ്റി വീണത് ഏതോ മായിക വലയത്തിൽ അകപ്പെട്ടതുപോലെയായിരുന്നു. ആ വർഷം ഏറ്റവും അധികം ട്വീറ്റ് ചെയ്യപ്പെട്ട കായിക മുഹൂർത്തമായി അത് മാറിയിരുന്നു. നമ്പർ 4 ഈസ് സംതിങ് സ്പെഷ്യൽ. 600th ഗോൾ ഫ്രം ലിയണൽ മെസ്സി. മെസ്സിയുടെ കരിയറിലെ 600ാമത്തെ ഗോളാണ് അന്ന് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ലിവർപൂളിനെതിരെ നേടിയത്. 2019 UCL സെമിഫൈനലിൻ്റെ ഫസ്റ്റ് ലെഗിലാണ് മെസ്സിയുടെ മഴവിൽ ഗോൾ വിരിഞ്ഞിറങ്ങിയത്. 2-0 ലീഡിൽ ബാഴ്സലോണ മുന്നിട്ട് നിൽക്കുമ്പോഴാണ് മെസ്സിയുടെ മുന്നേറ്റം ഫൗളിലൂടെ തടഞ്ഞത്, ആ ഫ്രീ കിക്കിന് വഴിയൊരുക്കുന്നതും. സ്പോട്ടിൽ നിന്നും വലയിലേക്കുള്ള ദൂരം ഏകദേശം 27 യാർഡ്. പോസ്റ്റിന് താഴെ കാനറിപ്പടയുടെ എക്കാലത്തെയും വിശ്വസ്തൻ അലിസണും. ഫ്രീ കിക്ക് തടയാനാവട്ടെ ഗോളൊരുക്കുന്നത് 6 അടി പൊക്കമുള്ള വാൻ ഡൈക്കും സംഘവും. എന്നാൽ ആ 5 അടിക്കാരൻ്റെ ഷോട്ട് അവരെയെല്ലാം മറികടന്ന് അലിസണെയും കബളിപ്പിച്ച് ആ നൈലോൺ വലയിലേക്ക് ചുംബിച്ചപ്പോൾ പിറന്നത് മെസ്സിയുടെ 600ാമത്തെ ഗോൾ. നമ്പർ 3, 2015 കോപ്പ ഡെൽ റേ ഫൈനൽ. മെസ്സിയുടെ ഇരട്ട ഗോളുകളുടെ ബലത്തിൽ 3-1 എന്ന സ്കോറിൽ ബാഴ്സലോണ ജയിച്ച മത്സരത്തിലെ ആദ്യ ഗോൾ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ചവയിൽ ഒന്നാണ്. ബോൾ കാലിൽ കിട്ടിയ മെസ്സി ഒരു നിമിഷം നിന്നു. വരാൻ പോകുന്ന കൊടുങ്കാറ്റിനു മുമ്പെയുള്ള ശാന്തത പോലെ മൈതാനത്തിന്റെ വലതുപാർശ്വത്തിലൂടെ ഒറ്റയ്ക്ക് മുന്നേറിയ മെസ്സിയെ തടുക്കാനായി ബിൽബാവോ പ്രതിരോധ നിര നടത്തിയ ശ്രമങ്ങളെല്ലാം കടൽ ഭിത്തിയിൽ വന്നിടിക്കുന്ന തിരമാലകൾ പോലെ വിഫലമായിക്കൊണ്ടേയിരുന്നു. വീഡിയോ ഗെയിം രംഗങ്ങളെ അനുസ്മരിപ്പിക്കും വിധം മനോഹരമായ മുന്നേറ്റം അവസാനിച്ചത് ഗോളാകാശത്തിനിടെ സഹതാരങ്ങൾ ഒതിഞ്ഞപ്പോൾ മാത്രമായിരുന്നു. നമ്പർ 2, 27 ഗോളുകളുമായി എൽ ക്ലാസിക്കോ ചരിത്രത്തിലെ ഗോൾവേട്ടക്കാരിൽ 1ാം സ്ഥാനമാണ് മെസ്സിക്കുള്ളത്. ചിരവൈരികളായ റയൽ മാഡ്രിഡിനെതിരെ ആയതുകൊണ്ട് തന്നെ 27 എണ്ണവും ബാഴ്സ ആരാധകർക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതായിരിക്കും. എങ്കിലും 2011 ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൽ മാഡ്രിഡിനെതിരെ നേടിയ ഗോളിൻ്റെ ചന്തം ഒന്ന് വേറെ തന്നെയാണ്. സെൻറ്റർ സർക്കിളിന് സമീപം ലഭിച്ച ബോളുമായി തുടങ്ങിയ മെസ്സിയുടെ കുതിപ്പ് തടയാൻ റയൽ മാഡ്രിഡ് മധ്യനിരയും പ്രതിരോധവും മതിയാകാതെ വന്നു. കരിയറിൽ പലവട്ടം ആവർത്തിച്ചിട്ടുള്ള തൻ്റെ ഡ്രിബ്ലിംഗ് മാജിക് അതിൻ്റെ പരകോടിയിൽ മാഡ്രിഡിനെതിരെ പുനഃസൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഗോൾ ലൈൻ മറികടന്ന് ഉരുണ്ടു നീങ്ങുന്ന ബോൾ നോക്കി നിൽക്കാനായി കീപ്പർ ഐഗർ കസിയസിന് സാധിച്ചു. നമ്പർ 1, കൗമാരം വിടാത്ത പയ്യനെന്ന് വിളിച്ചിരുന്ന വിമർശകരെ കൊണ്ടുപോലും സാക്ഷാൽ മറഡോണയുടെ പിൻഗാമിയെന്ന് പറയിപ്പിച്ച ഗോൾ. കളിക്കളത്തിൽ മെസ്സി ആരാണെന്ന് പറയാൻ വാക്കുകൾ പോരാതെ വരും. എങ്കിലും ഏറ്റവും അടുത്തു നിൽക്കുന്ന വിശേഷണമാണ് സ്വന്തം പകുതിയിൽ നിന്ന് പന്ത് സ്വീകരിച്ച് സകലരെയും തൻ്റെ എതിരാളികളെയും സഹകളിക്കാരെ പോലും കാണികളാക്കി നിമിഷ നേരം കൊണ്ട് എതിർ പോസ്റ്റിൽ എത്തിച്ച ആ ഗോൾ. നൂറ്റാണ്ടിൻ്റെ ഗോളെന്ന് ലോകം വാഴ്ത്തിപ്പാടിയ ഡിയോഗോ മറഡോണ ഇംഗ്ലണ്ടിനെതിരെ ലോകകപ്പ് ഫൈനൽ നേടിയ ഗോളിനെ ഓർമ്മിപ്പിക്കുന്ന പ്രകടനം. എതിർ ടീമിന്റെ പകുതിയിലധികം കളിക്കാരെ കബളിപ്പിച്ചുകൊണ്ട് ആർക്കും മുൻകൂട്ടി കാണാനാകാത്ത വിധം വെട്ടിയെഴിഞ്ഞു മുന്നേറിയ മെസ്സിയുടെ നീക്കങ്ങൾക്ക് അതിനു മുമ്പും ശേഷവും ലോകം പലതവണ സാക്ഷിയായി. പ്രവചനാതീതമായ വിധം ഇങ്ങോട്ടാഞ്ഞ് അങ്ങോട്ട് കുതിക്കുന്ന ഫെയിൻറ്റിംഗ് ടെക്നിക് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്ന മെസ്സിക്ക് ആരാധകർ സ്നേഹത്തോടെ ഇട്ട പേര് ലാ പുൾഗ അഥവാ ഈച്ച എന്നായിരുന്നു. ആർക്കും പിടികൊടുക്കാതെ മൈതാനത്തു പറന്നു നടക്കുന്ന ഈ 5 അടി 7 ഇഞ്ചുകാരൻ ആ പേര് പലവട്ടം അന്വർത്ഥമാക്കി. അയാൾ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു.